നമുക്കിന്ന് ഇറാനി പോള ഉണ്ടാക്കാം. ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്ക് ഇതെടുക്കാം. അങ്ങനെ ചിക്കൻ പൊരിച്ചതിന് ഇനി അതേ സെയിം ഓയിൽക്ക് നമ്മൾ പച്ചമുളകും കറിവേപ്പിലയും വെളുത്തുള്ളിയും കൂടി അരച്ചെടുത്താണ് ഇത് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും പുതിനയും കൂടി അരിഞ്ഞച്ചത് ചേർത്ത് കൊടുക്കുക. മിക്സ് ചെയ്യുക. ഇനി നമുക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിന് പൊരിച്ച ചിക്കൻ പോലെ ഒന്ന് പീസസ് ആക്കിയിട്ട് ചെറുതാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ ഒരു കളർ ഇങ്ങനെ വന്നതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പൊരിച്ച ചിക്കൻ എണ്ണയിൽ തന്നെ ഈ ഉള്ളി വഴറ്റിയോണ്ടൊക്കെ ഇത്രയും നിറം കിട്ടിയത്. അല്ലെങ്കിൽ ഇത്ര നിറമൊന്നും ഉണ്ടാവില്ല. സോ അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റും ഉണ്ടാവും. ഇനി ഈ ചിക്കനിൽ നന്നായിട്ട് ഈ മസാല ഒക്കെ പിടിച്ചെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ നമുക്കിതിന് ഓഫ് ചെയ്തിട്ട് ഇനി ഇതിന് വേണ്ട ബാറ്റർ ഉണ്ടാക്കാൻ പോവാം. അപ്പോൾ പാന് ഞാൻ നല്ല ഓയിലൊക്കെ തടവെടുത്ത് ഇങ്ങനെ അതുപോലെ കുറച്ച് വെന്ത് വന്ന സമയത്ത് നമുക്കിതിലേക്ക് ഈ ഒരു മിക്സ് വെച്ച് കൊടുക്കാം. ഓവർ തട്ടത്തേക്കാവരുത്. അങ്ങനെ ഓൾമോസ്റ്റ് നമ്മളെല്ലായിടത്തും അത് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ബാറ്റർ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അത് സൈഡിൽ നിന്ന് തുടങ്ങിയിട്ട് മൊത്തത്തിൽ കവർ ചെയ്തെടുത്താൽ മതി. പിന്നെ മൊത്തത്തിൽ കവർ ചെയ്തതിന് ശേഷം ഇതുപോലത്തെ എന്തെങ്കിലും ഡിസൈനൊക്കെ ആയിട്ട് ഇങ്ങനെ തക്കാളിയോ അല്ലെങ്കിൽ ക്യാപ്സിക്കോ അങ്ങനെ എന്തെങ്കിലും വെച്ചെടുത്തിട്ട് അപ്പോൾ നമ്മൾ ഇറാനി പോള റെഡി.